അപ്പോൾ പ്രിയപ്പെട്ടവരെ, കാട്ടുപന്നിയെ വെടിവെക്കാനുള്ള അധികാരത്തിലെ ഹൈക്കോടതി ഇടപെടൽ തുടർ ചർച്ചകൾക്ക് വനംവകുപ്പ് ഒരുങ്ങുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന് ഈ അധികാരം കൊടുത്തത് ശരിയോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. വിഷയത്തിൽ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകും മുൻപ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തേടാനാണ് തീരുമാനം. വെടിവെക്കാനുള്ള ദൂരപരിധി ഉയർത്തണോ എന്നതിൽ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ വനത്തിന് പുറത്തെവിടെയാണെങ്കിലും പന്നികളെ വെടിവെക്കാൻ സാധിക്കും. ഇത് തുടരാനാകുമോ എന്നതിൽ നിയമപരിശോധന നടത്താനും തീരുമാനമായിട്ടുണ്ട്. ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ്. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കിട്ടിയ ഒരു ചെറിയ അധികാരമാണ്. മലയോര കർഷകരെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസമായിരുന്നു അത്, കാട്ടുപന്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇവ അധികാരം കൂടി പോകുന്നൊരവസ്ഥയാണെങ്കിൽ കർഷകർ സ്വാഭാവികമായും പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ അവരുടെ വിളകളൊക്കെ നശിപ്പിക്കുന്ന കാട്ടുപന്നി കൂട്ടത്തെ നിയന്ത്രിക്കണം. അതിപ്പോൾ തൽക്കാലം വലിയ തലവേദനയാവാത്തത് ഈ അധികാരമുള്ളതുകൊണ്ടാണല്ലോ അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. മലയോര മേഖലയിലാകെ ചീഫ് വൈൽഡ് വാർഡൻ തിരുവനന്തപുരത്ത് നിന്ന് ഉത്തരവ് കൊടുത്താൽ മാത്രം കോഴിക്കോട് ഏതെങ്കിലും ഒരു മലയോര മേഖലയിൽ പന്നി ഇറങ്ങിയാൽ വെടിവെക്കാൻ കഴിയുക എന്നുള്ളത് അപ്രായോഗികമാണ്. അതുകൊണ്ടാണ് പഞ്ചായത്ത് മേലധികാരികൾക്ക്, തദ്ദേശ സ്ഥാപന മേലധികാരികൾക്ക് ഇത് സംബന്ധിച്ചുള്ള അധികാരം കൈമാറാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത്. മന്ത്രിസഭയുടെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ എന്താണ് തുടർ തീരുമാനം വേണ്ടത് എന്നതിൽ മുഖ്യമന്ത്രിയുടെ കൂടി അഭിപ്രായം തേടണമെന്നാണ് ഇന്നലെ വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലെ ഒരു തീരുമാനമായി വന്നത്. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തേടി ഹൈക്കോടതിയിൽ ഇത് നിയമപരമായ ഒരു പ്രശ്നമായി തന്നെ വന്നു കഴിഞ്ഞു. ഹൈക്കോടതി ഇടപെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഹൈക്കോടതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഹൈക്കോടതിയുടെ അനുവാദത്തോടുകൂടി ഇത് തുടരാനാകുമോ എന്ന സാധ്യതയാണ് പരിശോധിക്കുന്നത്. മാത്രമല്ല, ഹൈക്കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതെന്ത് നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, കൃത്യമായ പോളിസി സർക്കാരിനുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പോളിസി രൂപീകരിക്കാനുള്ള ചർച്ചകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് അതിവേഗം പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശവും കഴിഞ്ഞ യോഗത്തിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴുള്ള സാഹചര്യം അനുസരിച്ച് നമുക്കറിയാം, നമുക്ക് അധികം ഭൂമിയില്ല. വനാതിർത്തിക്ക് തൊട്ടടുത്ത് കൃഷിഭൂമിയൊക്കെയാണ് പലയിടത്തും ഉള്ളത്. അങ്ങനെ വരുമ്പോൾ കൃഷിഭൂമി വനാതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന, വനത്തിന് പുറത്തുള്ള ഏത് കാട്ടുപന്നിയെയും വെടിവെക്കാൻ നിലവിൽ നമുക്ക് കഴിയും. പക്ഷേ ഇനി അങ്ങനെ കഴിയുമോ എന്ന ഒരു ചോദ്യമുണ്ട്. പോളിസി തയ്യാറാക്കുമ്പോൾ, നയം തയ്യാറാക്കുമ്പോൾ എത്ര കിലോമീറ്റർ പരിധി എന്നൊരു ചർച്ച കൂടി വരുന്നുണ്ട്. ഇനി കൃഷിഭൂമിയാണെങ്കിൽ അങ്ങനെ ദൂരപരിധി ഒഴിവാക്കി വനത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ വെടിവെക്കാൻ പറ്റുന്ന രീതി തുടരാനാകുമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആശയക്കുഴപ്പമുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാകട്ടെ 3 കിലോമീറ്ററും 5 കിലോമീറ്ററും ഒക്കെയാണ് ദൂരപരിധി വെച്ചിരിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ കൊണ്ടുവന്നാൽ വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും. ഏതായാലും അക്കാര്യത്തിലും ആശയക്കുഴപ്പം തുടരുകയാണ്. അതിലെ നിയമപരിശോധനയും തുടരുകയാണ്. അരുൺ, ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് നമുക്കൊപ്പം ചേർന്നത്. പന്നിയെ വെടിവെക്കാൻ, കാട്ടുപന്നിയെ വെടിവെക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കൊടുത്ത അധികാരം അത് ചിലപ്പോൾ തിരിച്ചെടുക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വിശദീകരണം നൽകും. അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം കൂടി ആരായും എന്നാണ് വനംവകുപ്പ് മന്ത്രി പറയുന്നത്. ആ അധികാരമുള്ളതുകൊണ്ട് കുറച്ച് കർഷകർക്കെങ്കിലും പെട്ടെന്ന് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് നടപടിയെടുക്കാൻ കഴിയുമായിരുന്നു. അതല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ കറക്കി വിളിച്ച് അല്ലേ DFOയുടെ ഉത്തരവൊക്കെ വാങ്ങി വരുമ്പോഴേക്കും കാട്ടുപന്നിയുടെ വഴിക്ക് പോകും. അപ്പോൾ കാട്ടുപന്നിയുടെ നിരന്തര ശല്യം ഉണ്ടാകുമ്പോഴാണ് സാധാരണ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികാരം പ്രയോഗിക്കാറ്.